ഇല്ല, ഒരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന ഷോട്ടിലും കണ്ടിന്യൂറ്റി ഷോട്ടിൽ ഇത് തന്നെ ഇടണം, ഇത് കറക്റ്റാണ്, മീറ്റർ കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് രാജുവേട്ടന് എന്താ ലെവലിലേക്ക് കണ്ണു വെച്ചെടുക്കുക. ഒരു വേൾഡ് ക്ലാസ് ലെവലിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച കാര്യമാണ്. അപ്പോൾ അങ്ങനെ രാജുവേട്ടന് ആ ചെയ്തു വെച്ച കാര്യങ്ങൾ കുറച്ച് പേര് രാജുവേട്ടനെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ആ വേൾഡ് ക്ലാസ് ആക്ടിങ്ങിന് അത്ര ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അതിനെ വളരെ സന്തോഷം. ആദ്യമായിട്ട് തന്നെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഒരു ചെറിയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു അൺക്രെഡിറ്റഡ് റോൾ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ജോയിൻ ചെയ്ത സിനിമയാണത്. ആക്ച്വലി എൻ്റെ ഡെബ്യൂ ക്രെഡിറ്റിൽ ഉള്ള ഡെബ്യൂ ഇല്ലേ ഈ സിനിമയാണ്. സന്തോഷമുണ്ട്, നമ്മുടെ വർക്ക് കണ്ടിട്ട് ആളുകൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടല്ലേ നമ്മളെ, അത് സന്തോഷമല്ലേ. നമ്മൾ ചെയ്ത എഫേർട്ടിനും കാര്യങ്ങൾക്കും നിങ്ങൾ പ്രേക്ഷകർ തരുന്ന എന്താ പറയുക റെസ്പെക്റ്റോ അല്ലെ സ്നേഹമാണ്, റെസ്പെക്റ്റ് എന്നല്ല സ്നേഹമാണത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ സിനിമയിൽ തന്നെ ഇങ്ങനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു ഭാഗ്യമല്ലേ. ഈ ഹക്കീമിന്റെ പേര് ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അത് നല്ല രീതിയിൽ ഉയർന്നു വന്നത്. അതിനുശേഷം പൃഥ്വിരാജ് വിളിച്ചിരുന്നോ? ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്യാറുണ്ട്, പലപ്പോഴൊക്കെ ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. എന്താണ് പറഞ്ഞത് ആള്? ഞങ്ങളങ്ങനെ അത് നമുക്കറിയാലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതല്ലേ. നമുക്ക് ആ ആള് എന്നെ സ്പോട്ടിൽ തന്നെ സെറ്റിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ എനിക്ക് മോട്ടിവേഷനായിട്ടും എന്നെ കോംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് അതിങ്ങനെ കോംപ്ലിമെന്റ് പറയേണ്ട ആവശ്യം എനിക്ക് അപ്പം തന്നെ കോംപ്ലിമെന്റ് തരാറുണ്ട് ഓൺ ദ സ്പോട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ അത് അല്ലേ അങ്ങനെയല്ലേ. തീർച്ചയായിട്ടും വേറെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും വിളിച്ച അഭിനന്ദനങ്ങൾ അറിയിച്ചായിരുന്നു? ഉണ്ട്, കുറച്ചധികം ആർട്ടിസ്റ്റുകൾ ടെക്സ്റ്റുകളായിട്ടും കോളുകളായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി ഫോർ ദം, എല്ലാവരുടെ അടുത്തും താങ്ക് യു. കാരണം നിങ്ങളൊക്കെ മലയാള സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അന്ത അളവൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ അത് ഒരാളെ കുറിച്ച് പറയാം, ആരാണത്? ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആണ് അങ്ങനെ അറിയാൻ. ഇപ്പോൾ ഒരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരുണ്ടല്ലോ, എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പം അങ്ങനെ ഒരാളെ പറ്റിയിട്ട് ആയിട്ട് ലാലേട്ടനൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. ലാലേട്ടനൊക്കെ മെസ്സേജ് ഇല്ല, ഒരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലല്ലോ, എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. കാരണം അവരൊക്കെ എല്ലാവരും ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഒരു കഥാപാത്രത്തെ ഏറ്റവും നന്നായിട്ട് സ്ക്രീനിൽ ഒരാൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഹീസ് എ ഗ്രേറ്റ് ആക്ടർ ഓർ ഹീസ് എ ഗ്രേറ്റ് ആക്ട്രസ്. സോ എന്നെ സംബന്ധിച്ചിട്ട് എന്നെ കോംപ്ലിമെൻറ്റ് പറഞ്ഞവരെല്ലാവരും ഗ്രേറ്റ് ആക്ടേഴ്സാണ്, ഗ്രേറ്റ് ആക്ട്രസസാണ്. അവരുടെയൊക്കെ എല്ലാവരുടെയും പെർഫോമൻസ് ഞാൻ സ്ക്രീനിൽ നിങ്ങളെപ്പോലെ തിയേറ്ററിലൊക്കെ പോയി കണ്ട ഒരാളാണ്. അപ്പോൾ അവരൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ എന്താ പറയുക ഒരു സന്തോഷം തോന്നുന്നൊരു മൊമെൻ്റാണ്. ഈ ഒരു സീനിൽ ഈ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു ഇതുണ്ട് ഈ പൃഥ്വിരാജിൻ്റെ അടുത്ത്. നമ്മൾ ആ രക്ഷപ്പെടുന്ന ടൈമിലൊക്കെ അത് റിവീൽ ചെയ്യുന്നില്ല, എന്നാലും ആ ഒരു ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു ഈ പൃഥ്വിരാജ് ഇതിനെ റിയാക്ട് ചെയ്തത്? ആ ഒരു ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ആ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഓരോ മാനറിസംസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന ഷോട്ടിലും കണ്ടിന്യൂറ്റി ഷോട്ടിലും ഇത് തന്നെ ഇടണം, ഇത് കറക്റ്റാണ്, മീറ്റർ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് രാജുവേട്ടനും ബ്ലസ്സി സാറും ഓഫ്കോഴ്സ് ബ്ലസ്സി സാറിന്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു, അത് എന്നെ കൊണ്ട് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിലാണ് ശരിക്കും. കാരണം ബ്ലസ്സി സാറിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറായിരിക്കും. ആൾക്ക് കൃത്യമായിട്ടുള്ള വിഷ്വലും കാര്യങ്ങളും ഉണ്ട്, വിഷനുണ്ട് ഈ സിനിമ എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത്. അപ്പം ആളുടെ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്ത് എനിക്ക് എന്നെ അർപ്പിച്ച വിശ്വാസമാണ്. തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് തന്ന ആ ഒരു വലിയ ക്യാരക്ടർ അത് എന്നെ അർപ്പിച്ച വിശ്വാസമാണ്. ആ വിശ്വാസം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ എന്താ പറയുക എന്നെ സംബന്ധിച്ചിട്ട് വളരെ വലിയൊരു കാര്യമല്ല. ഈ ബോഡി ഇത്ര വീക്കായി കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ളവർ തന്നെ പറയുണ്ടായി, അത്ര ബസ്സി സാറിനോട് തന്നെ പറയുണ്ടായി എന്തുകൊണ്ടാണ് മോനെ അത്രയും വീക്കായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കൺസേൺ ഉണ്ടായി. അപ്പോൾ ഈ സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പ്രേക്ഷകർ പറയുമ്പോൾ ഇപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണ്? വീട്ടുകാരെന്താ എല്ലാവരും പറയുന്നത് നീ എന്നെ കുറിച്ച് ഓർത്തിട്ട് അഭിമാനം ഉണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം എല്ലാവരും വീട്ടുകാരുടെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇൻ്റർവ്യൂസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ സംസാരിക്കുന്ന രീതിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ മകൻ എന്നുള്ള നിലയിൽ ഇനി അവർ പറയുന്നത് ഇനി നിൻ്റെ പേരിലായിരിക്കും ഞങ്ങളൊക്കെ അറിയപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ അത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അഭിമാനം സന്തോഷമാണ് കിട്ടുന്നത്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇപ്പോൾ ആദ്യ പടത്തിൽ തന്നെ 100 crore അച്ചീവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? 100 കോടി ആദ്യ പടത്തിൽ തന്നെ അടിക്കുമ്പോൾ അത് എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് എക്സൈറ്റ്മെന്റ് ഉണ്ട്.
എക്സൈറ്റ്മെന്റിന്റെ കൂടെ തന്നെ ഇത് അടുത്ത സിനിമകളിലും ഇനി നല്ലപോലെ ചെയ്യാന്നുള്ളൊരു ഇതാണ് എനിക്ക്, അങ്ങനെ ഒരു മൈൻഡാണ് എനിക്കുള്ളത്. അവിടെ ഒരു ചോദ്യം ഉള്ളത്, ഇനിയും സെലക്റ്റീവായിട്ട് സിനിമകൾ എടുക്കണം അതല്ലേ? സെലക്റ്റീവായിട്ട് നല്ല നല്ല സിനിമകൾ എടുത്ത് ഇതുപോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഇനി നല്ലൊരു ആക്ടറായിട്ട് പേരെടുക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റ്, എൻ്റെ കഴിവിൻ്റെ പരമാവധി, എൻ്റെ പ്രായത്തിനും എൻ്റെ പക്വതയ്ക്കും എൻ്റെ വിവരങ്ങൾക്കും ഉള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. ഈ ഫാൻ സ്പേസ് കൂടിയിട്ടുണ്ടോ അവസാനമായിട്ട്? ഫാൻ സ്പേസ് കൂടിയിട്ടുണ്ടോ? സ്പേസ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അധികം അങ്ങനെ അതിനെ ആ വക കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഓക്കെ, താങ്ക് യു.